എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഫ്ലവറുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകുവാണ്. ഏതായാലും ഫ്ലവർ ഷോന്ന് പോകുന്നില്ല, അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് പുഷ്പിച്ചിട്ട് പോവാണ്. അതുകൊണ്ട് ഇതാ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്, മംസി കിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. പെട്ടെന്ന് തീരുമാനിച്ചാണ് ചിഞ്ചുട്ടിനെ അംഗനവാടിയിൽ വിട്ടിട്ട്. ഏതായാലും ഈ ആഴ്ചയും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും ഗാർഡനെല്ലാം സെറ്റാക്കുന്ന സ്ഥിതിക്ക് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ പോകുന്നത്, പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേഗം പോയിട്ട് നമ്മൾ കണ്ണൂർ എത്തിയേ. എൻ്റെ ഫ്ലവർ ഷോൻ്റെ അടുത്തേക്ക് പോവാന്ന്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. അവർക്ക് ട്രഷറി പോയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവരവിടെ ഇറങ്ങി നമ്മളിതാ സ്റ്റേഡിയത്തിലേക്ക് കയറുവാന്ന്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പം പന്തംകുളത്തി പട എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ അവസ്ഥ. വൈകുന്നേരം എല്ലാം തിരക്കായിരിക്കുമല്ലേന്ന് വെച്ച് വന്നതാണ്. അപ്പോഴേക്ക് നോക്കിയായിട്ട് നിറയെ കാറ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാന്നല്ല ഏട്ടാ. ഞാൻ വെച്ച് വൈകുന്നേരം ആവുമ്പോ പിന്നെ തിരക്കായിരിക്കൂലേ, അപ്പൊ തിരക്കിന് വരണ്ടാന്ന് വെച്ചിട്ടാണ് വന്നേ. പക്ഷെ ഉള്ളില് റൂഫ് ഉണ്ടാവൂലേ? കാറ് ചൂടാവും. സാറല്ല, നമുക്ക് വേഗം ഒന്ന് കറങ്ങിട്ട് വരാം. നമ്മളവിടെ എത്തിയിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. പക്ഷെ അവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ തിരക്കൊന്നും അങ്ങനെ കാണുന്നുണ്ടായിട്ടില്ല. 60 രൂപയാണ് ഒരു ടിക്കറ്റിന് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാൾ കയറുമ്പോൾ 120 രൂപ. സാധാരണ കണ്ണൂർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ 100 രൂപയിലാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഉണ്ടാവുക. പക്ഷേ ഇത് 60 രൂപയേ ഉള്ളൂ എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ 2 ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി. അവിടെ പുഷ്പോത്സവം 25 എന്നൊക്കെ എഴുതിയിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കയറിയ ഉടനെ. പിന്നെ ഒരു ഹംസത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പൂക്കളം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അവിടെ ഫുള്ളായിട്ട് ഈ ചെടികൾ വെച്ചിട്ട് ഇങ്ങനെ എന്തെല്ലോ ഷേപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം അത് കാണാൻ വേണ്ടിയിട്ട്. കാണാനുള്ള രസം എന്നല്ല, അപ്പം നമ്മളിങ്ങനെ ഓർത്ത് പോവുകയോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു വരുമ്പം റൈറ്റ് സൈഡിലായിട്ട് കുറേ മരങ്ങൾ വെച്ചിട്ടുണ്ട്, കുട്ടി കുട്ടി ഹൈറ്റിലുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി 55, 45, 50 വർഷമൊക്കെ ആയിട്ടുള്ള മരങ്ങളാണ്. അതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അത്രയും ഷോർട്ടായിട്ടുള്ളത് കാണുമ്പം. പിന്നെ ഇരപിടിയൻ ചെടീൻ്റെ ഒരു മോഡലും ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറേ ടൈപ്പിലുള്ള റോസാപ്പൂക്കൾ എപ്പോഴും എൻ്റെ വീക്ക്നെസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ, ഡിഫറെൻറ്റ് കളറിലുള്ള റോസസ് കാണാൻ വേണ്ടിയിട്ട്. ഈ ചെടികളിൽ ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് കാണുന്നതിനേക്കാളും അതിൻ്റെ കുറേ സംഭവം ഇങ്ങനെ ഒരുമിച്ച് അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ സ്റ്റാർ പോലെയും വേറെ എന്തെല്ലോ ഷേപ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ഹാളിലുള്ളത് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതല്ല, ജസ്റ്റ് ഷോന് വേണ്ടിയിട്ട് മാത്രം ഒരു മോഡൽ എന്തെല്ലോ ഷേപ്പിൽ കുറേ ഫ്ലവേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. എന്നാലും ആ കളർ കിട്ടുമല്ലോ. ഷോട്ട് എടുക്കട്ടെ. ഈ ഒരു ചെടി കാണാൻ പ്രത്യേക ഭംഗിട്ടാ. എല്ലാം കൂടെ കളറ് മിക്സ് ചെയ്ത് വെച്ചോണ്ട് ഇതാ എല്ലാം ആ റെഡ് കളറെല്ലാം നല്ല അടിപൊളിയുണ്ട്. ഏട്ടന് ഏറ്റവും ഇഷ്ടമായത് ഏതാ? മഞ്ഞ. പക്ഷെ ആ റെഡിനൊരു പ്രത്യേക അട്രാക്ഷൻ, റെഡ് റോസ് റെഡ്. പിന്നെ അവിടെ നിന്നിട്ട് ഒരു 2-3 ഫോട്ടോസെല്ലാം എടുത്തുവേ. എന്തായാലും ഫോട്ടോസ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. അതുകൊണ്ട് അങ്ങനെ 1-2 ഫോട്ടോസെല്ലാം എടുത്തു. പിന്നെ ആ ഒരു ഹാള് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാളിലേക്ക് വന്നിട്ട് പോകുന്നത്. അതായത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി മുതൽ ചെടികളെല്ലാം. അപ്പോൾ ഈ ഫ്ലവർ ഷോ ഉള്ളത് 27-ാം തീയതി വരെയാണേ. അതൊന്ന് പറയാം, കണ്ണൂർ ഫ്ലവർ ഷോ 27-ാം തീയതി വരെയാണെന്നുള്ളത്. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് അറിയില്ല, ചാൻസ് ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനെന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല തിരക്കാണ് അവിടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാളിൽ നിന്ന് തന്നെ ഒരു 2-3 ചെടികൾ വാങ്ങിച്ചു കേട്ടോ. നല്ലോണം പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞുള്ള ചെടികളൊന്നും നന്നാവാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ ക്ലൈമറ്റ് എല്ലാം മാറുമ്പോൾ. പക്ഷെ എന്നാലും അത് കണ്ട ഭംഗിക്ക് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ വാങ്ങിക്കൂട്ടേണ്ട, അങ്ങോളുണ്ടല്ലോ നമുക്ക് നോക്കി നോക്കി വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു. എല്ലാ സ്ഥലത്തും അതെയാ? യെല്ലോ, ഇതും യെല്ലോ.
ചെടികൾ കുറച്ച് അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറേ തൈകൾ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ തൈകളെല്ലാം മേടിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് സക്സസ് ആവുമോ എന്നുള്ളത് അറിയില്ല. ഇങ്ങനത്തെ നല്ല തൈകൾക്കെല്ലാം അത്യാവശ്യം പൈസ ഉണ്ടാവുമല്ലോ. ഞാൻ പോകുമ്പോഴേ മനസ്സിൽ വിചാരിച്ചിന് ചാമ്പക്ക തൈ ഉണ്ടെങ്കിൽ വാങ്ങിക്കണമെന്ന്. നിച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പക്ക. അപ്പോൾ ഭാഗ്യത്തിന് അത് ഉണ്ടായിന്, അതൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ. പിന്നെ പപ്പായൻ്റെത്, ഓറഞ്ചിൻ്റെത്, ആപ്പിളിൻ്റെത്, സ്ട്രോബെറിൻ്റെത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള തൈകളും ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, നമുക്ക് അധികം സ്ഥലവും ഇല്ലല്ലോ വെക്കാൻ വേണ്ടിയിട്ട്. ഓരോന്ന് വാങ്ങിച്ച് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബോൺസായി പ്ലാന്റ് ഉണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ നല്ല ഭംഗിയല്ലേ. പക്ഷെ വലിയതിന് നല്ല പൈസയുണ്ട്, 500, 1000 അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ചെറിയ തൈകൾക്ക് 150, 200 ആ റേഞ്ചിലുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ട് 2 എണ്ണം. പിന്നെ നമ്മൾ അധികം ഓവർലോഡ് ആകുമ്പോൾ നമുക്ക് തൂക്കി നടക്കാനും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് പിന്നെ അധികം വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. 2 ആളെ കയ്യിൽ ഓൾറെഡി കുറച്ച് സഞ്ചിയിലായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേഗം നടന്നു, ബാക്കി മതി വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഫുള്ള് നടന്ന് കണ്ട് എല്ലാം വാങ്ങിച്ച് വണ്ടി തിരിച്ച് കയറിയേ. അയ്യോ ഭയങ്കര ചൂട്. ഗ്ലാസ് വെച്ചിട്ട് AC വിട്ടിട്ട് ഗ്ലാസ് താത്തേന് ഭയങ്കര വെയിൽ കിട്ടാ, കരിഞ്ഞു പോന്ന്. പക്ഷെ എന്നിട്ട് ഇത്ര വെയിലായിട്ട് തിരക്ക് തീരെ കുറവില്ല. അതാണ് ആലോചിക്കുന്നത്. ഈ അത്രയും ഇതിനും അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം വാങ്ങിച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോൾ വണ്ടിയിൽ അത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണേ. ഏട്ടൻ എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയേ. വാങ്ങിച്ച ചെടികളെല്ലാം ഏട്ടൻ പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. ഈ പൂക്കളെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം. പക്ഷെ ഇതെല്ലാം നിൽക്കുമോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടാ. അപ്പൊ നമ്മളിതാ എല്ലാം സെറ്റായിട്ട് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെടികളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഇതാ ഈ ഒരു വൈറ്റ് കളറിലുള്ള ചെടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 റോസാ ചെടി, ഒരു യെല്ലോ ഫ്ലവറും പിന്നെ സദാ റെഡിന്റെ, അത് കുറേ ഉണ്ടാവുന്നത് കുഞ്ഞു കുഞ്ഞു റെഡ് റോസസ് ഉള്ളത്. പിന്നെ 2 ടൈപ്പ് ഈ ഒരു ജമന്തിന്റെ യെല്ലോവും അതുപോലെ തന്നെ ആ ഒരു റെഡും 2 എണ്ണം. പിന്നെ ഒരു ചെക്കീൻ്റെ തൈ വാങ്ങിച്ചിട്ടുണ്ട്, അത് ബോംബെ മേടിക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ 2 ബോൺസായി പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്, ഒന്നൊരു പിങ്കും ഒന്നൊരു യെല്ലോവും ആണ് വരുന്നത്. അപ്പം ഇത്രയാണ് ചെടികൾ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ബോംബെയെ ആശിച്ചതാണ് ഒരു കാര്യം മേടിക്കണമെന്ന്, ചാമ്പക്കേൻ്റെ തൈ ഉണ്ടെങ്കിൽ മേടിക്കണമെന്ന്. നിച്ചുട്ടിക്ക് ചാമ്പക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറേ സ്ഥലത്ത് എവിടെയല്ലോ നോക്കി നല്ല ചാമ്പ തൈ കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിന്, എനിക്കൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. അവർ 1 വർഷം കൊണ്ട് കായ്ക്കുന്നല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഒരു ചാമ്പക്കേൻ്റെ തൈയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾ മുന്നേ ഫ്ലവർ ഷോയിൽ വാങ്ങിച്ച എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിന് പരിപാലിക്കേണ്ട എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ, നന്നാവോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് പറയണേ. പിന്നെ വാങ്ങിച്ചത് അതാ ചട്ടികളാണ്. അത് നല്ല ലാഭമായിട്ട് തോന്നി കേട്ടോ. 5 ചട്ടിക്ക് 100 രൂപ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. 5 ചട്ടിക്ക് 100 രൂപ. അപ്പം 200 രൂപക്ക് നമ്മൾ 10 എണ്ണം മേടിച്ചിട്ടുണ്ട്. അത് നല്ല ലാഭമായിട്ട് തോന്നി. അത് ഒന്ന് എടുക്കാൻ പറ്റും കേട്ടോ, നന്നായിട്ട് കിട്ടോ. ഇത് കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. ഈ ഒരു ഫുൾ കൈ ഇങ്ങനെ നല്ലോണം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ അത്രയും ലെങ്ത്തിലുണ്ട്. ഉള്ളിലും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആഴമുള്ള ചട്ടികൾ, അത്യാവശ്യം ഉറപ്പുണ്ട്. അത്ര നല്ല ലോക്കൽ പ്ലാസ്റ്റിക് അല്ല, അത്യാവശ്യം നല്ല ഉറപ്പുള്ളതാണ്. അപ്പോൾ അത് 5 എണ്ണം 100 രൂപ എന്നുള്ള റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ, സ്ക്വയർ വരുന്നതും എല്ലാം ഉണ്ട്. ഇതെല്ലാം എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് വെയിലത്തേക്ക് മാറ്റാം. 3-4 ദിവസം കഴിഞ്ഞിട്ട് വെയിലത്തേക്ക് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫ്ലവർ ഷോന് പോയ കുറച്ച് വിശേഷങ്ങളായിരുന്നു. ഞാൻ ഈ വീഡിയോ എന്നും ഡിലേ ആയി കഴിഞ്ഞാൽ ഫ്ലവർ ഷോ കഴിഞ്ഞു പോകില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വേറെ കണ്ടന്റ് ഒന്നും ആഡ് ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്തിട്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.